ശബരിമല ദർശനം ഉൾപ്പെടെ 4 ദിവസത്തെ സന്ദർശനം. രാഷ്ട്രപതി ദ്രൗപദി മുർമു കേരളത്തിലെത്തി. രാജ്യത്തിന്റെ പ്രഥമ പൗരൻ കേരളത്തിൽ. 4 ദിവസത്തെ സന്ദർശനത്തിനാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു കേരളത്തിലെത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്തെത്തിയ രാഷ്ട്രപതി രാജ്ഭവനിലാണ് താമസിക്കുന്നത്. മുഖ്യമന്ത്രിയും ഗവർണറും ഉൾപ്പെടെയുള്ളവർ വിമാനത്താവളത്തിലെത്തിയാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. ശബരിമല ദർശനമാണ് സന്ദർശനത്തിന്റെ പ്രധാന ഉദ്ദേശം. നാളെയാണ് ദ്രൗപദി മുർമു ശബരിമലയിൽ ദർശനത്തിനെത്തുക. കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് തലസ്ഥാനത്തുടനീളം വിന്യസിച്ചിട്ടുള്ളത്. നാളെ രാവിലെ 9:20 തിരുവനന്തപുരത്ത് നിന്ന് ശബരിമലയിലേക്ക് രാഷ്ട്രപതി യാത്ര തിരിക്കുമെന്നാണ് വിവരം. ഹെലികോപ്റ്ററിൽ നിലയ്ക്കൽ ഇറങ്ങും എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ കാലാവസ്ഥ ഉൾപ്പെടെ പരിഗണിച്ച് ഹെലികോപ്റ്റർ ഇറങ്ങുന്ന സ്ഥലത്തിൽ മാറ്റം വന്നേക്കും. കോന്നി പൂങ്കാവ് ഇൻഡോർ സ്റ്റേഡിയവും ഇതിനായി പരിഗണിക്കുന്നുണ്ട്. ജില്ലാ ഭരണകൂടങ്ങൾ എല്ലാവിധ ഒരുക്കങ്ങളും നടത്തുന്നുണ്ട്. നിലയ്ക്കലിൽ ഹെലികോപ്റ്റർ ഇറങ്ങി പമ്പയിലേക്ക് പോകും എന്നായിരുന്നു ഇതുവരെയുള്ള തീരുമാനം. എന്നാൽ മോശം കാലാവസ്ഥ നിലനിൽക്കുന്നതിനാൽ മുൻ നിശ്ചയിച്ചിട്ടുള്ള മാർഗങ്ങളിൽ അവസാന നിമിഷം മാറ്റം വരുത്താൻ സാധ്യതയുണ്ട്. നേരത്തെ വ്യക്തമാക്കിയത് പ്രകാരം 10:20 നിലയ്ക്കലെത്തുന്ന രാഷ്ട്രപതി റോഡ് മാർഗം പമ്പയിലെത്തും. പമ്പ ഗണപതി ക്ഷേത്രത്തിൽ കെട്ടിനിറച്ച ശേഷം പ്രത്യേക ഗൂർഖ ജീപ്പിലാണ് അകമ്പടി വാഹനവ്യൂഹം ഒഴിവാക്കി മല കയറുക. സ്വാമി അയ്യപ്പൻ റോഡിലൂടെയാണ് മലകയറ്റം. ഗവർണറും ഭാര്യയും രാഷ്ട്രപതിക്ക് ഒപ്പമുണ്ടാകും. 12 മണിയോടെ സന്നിധാനത്തെത്തുന്ന രാഷ്ട്രപതി ദർശനത്തിന് ശേഷം ദേവസ്വം ഗസ്റ്റ് ഹൗസിൽ തങ്ങും. ഉച്ചഭക്ഷണത്തിന് ശേഷം 3 മണിക്ക് പമ്പയിലേക്ക് തിരിക്കും. രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനത്തിന്റെ ഭാഗമായി സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. തീർത്ഥാടകർക്ക് നാളെ നിയന്ത്രണമുണ്ടാകും. നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെയും ട്രയൽ റൺ നടത്തി. തലസ്ഥാനവും കനത്ത സുരക്ഷയിലാണ്. രാഷ്ട്രപതിയുടെ വരവിന്റെ ഭാഗമായി ഗതാഗത നിയന്ത്രണം അടക്കം ഏർപ്പെടുത്തിയിരുന്നു.